നമസ്കാരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കയ്യിൽ എങ്ങനെയാണ് 6 വിരലുണ്ടായത്? ഈ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി ബെഞ്ചമിൻ നെതന്യാഹുവിനെ നിത്യവും കാണുന്ന ആളുകളാണ് നമ്മളൊക്കെ. അതായത് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമായി ഇടപെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരു അഭ്യൂഹം പ്രചരിച്ചാൽ പെട്ടെന്ന് തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് അത് ശരിയല്ല എന്ന് പറയാറുണ്ട്. മാത്രമല്ല പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ വലിയ ഭീഷണിയും മുഴക്കാറുണ്ട്. ഇതിപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ അദ്ദേഹം പ്രത്യക്ഷപ്പെടേണ്ടത് നിർബന്ധമായ ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പ്രചരിക്കുന്നു. ഈ വീഡിയോയിൽ അദ്ദേഹത്തിന് 6 വിരലുണ്ട്. ഇതുവരെ അദ്ദേഹത്തിന് 6 വിരൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. അത് തെളിയിക്കുന്ന കൃത്യമായ പഴയ വീഡിയോകളിലും ചിത്രങ്ങളിലും ഒക്കെ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിന്റെ കൈയൊക്കെ ഇവിടെ ആളുകൾ എടുത്തു കാണിക്കുന്നു. എന്തായാലും ഇവിടെ കഴിഞ്ഞ കുറച്ചു ദിവസമായി ഇസ്രായേൽ പ്രധാനമന്ത്രി മിസ്സിംഗ് ആണ്, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ വീഡിയോ പ്രത്യക്ഷപ്പെടുന്നത്. ഈ വീഡിയോയിലെ വലിയ ഒരു പിഴവ് ഇപ്പോൾ പല പ്രമുഖരും ചൂണ്ടിക്കാണിക്കുന്നു. ഈ വീഡിയോ AI നിർമ്മിതമാണ്, നോക്കി ചെയ്യണ്ടേ അംബാനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരികയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ വീഡിയോകൾ, ഇങ്ങനെ കൃത്രിമമായി വീഡിയോകൾ പടച്ചുണ്ടാക്കിയതിന്റെ ഒരു കാരണം എന്തോ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുകൂടെ എന്ന ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. എന്തായാലും അതിന്റെ ശരിതെറ്റുകൾ എന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ എന്തിനാണ് യുദ്ധത്തിൽ പരിക്കേറ്റാലും അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാലും ഒക്കെ മറച്ചു വെക്കുന്നത്? യുദ്ധമുഖത്ത് നിന്ന് പരിക്കേൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് രാജ്യസ്നേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. രക്തസാക്ഷിയാവുക, പരിക്കേൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടിയാണല്ലോ. അതെന്തിനാണ് മറച്ചു വെക്കുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു രൂപവുമില്ല. മാത്രമല്ല ഇസ്രായേലിനകത്ത് വലിയ ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. ഈ ആക്രമണങ്ങളും നാശനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ മണിക്കൂറുകൾക്കകം അപ്രത്യക്ഷമാകുന്നു. എന്തിനാണ് ഇതൊക്കെ ഇത്ര പെട്ടെന്ന് എടുത്തു മാറ്റുന്നത്? ഒരു വിഭാഗം മുനിസിപ്പാലിറ്റി ജീവനക്കാരെ അഭിനന്ദിച്ച് രംഗത്തെത്തുമ്പോൾ മറ്റു ചില ആളുകൾ ഇസ്രായേൽ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത്, അല്ലാണ്ട് അവിടുത്തെ സാധാരണക്കാരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, അവിടെ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്നതല്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങളും ഉയർന്നു വരുന്നു. ഇതൊക്കെ ഇസ്രായേലികൾ തന്നെയാണ് പറയുന്നത്, അല്ലാതെ പുറമെയുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്ന കാര്യമല്ല. എന്തായാലും ഇസ്രായേലും അമേരിക്കയും ഇവിടെ ഇറാനകത്തേക്കും അതുപോലെ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ എണ്ണ സംഭരണശാലകളിലേക്കും എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ആക്രമണങ്ങൾ തുടരുമ്പോൾ അതിശക്തമായ ആക്രമണം ഇസ്രായേലിനകത്തേക്കും അമേരിക്കൻ താല്പര്യങ്ങൾക്ക് നേരെയും ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാനം കാർഗ് ദ്വീപിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയെന്നുള്ള ഒരു അവകാശവാദം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിന് മറുപടി എന്നോണം ഇവിടെ ഇറാനും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മേഖലയിൽ ഉടനീളം എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകും, എണ്ണ സംഭരണശാലകളിലേക്കും ആക്രമണം ഉണ്ടാകും എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം പുറത്തു വന്ന ഒരു വാർത്ത അത് അമേരിക്കയെ ഞെട്ടിക്കുന്നതാണ്. അതായത് സൗദിയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഇവിടെ ഇറാന്റെ ഭാഗത്തു നിന്നൊരു വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നു. 5ഓളം സൈനിക വിമാനങ്ങൾ കത്തി നശിച്ചിരിക്കുന്നു. ഈ സൈനിക വിമാനങ്ങൾ എന്ന് പറയുന്നത് ആകാശത്ത് വെച്ച് ഇന്ധനം നിറക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് യുദ്ധവിമാനങ്ങളെ സഹായിക്കുന്ന വിമാനമാണ്. ഈ വിമാനമാണ് 5 എണ്ണം കത്തി നശിച്ചിരിക്കുന്നത്. അമേരിക്ക പറയുന്നത് കേടുപാടുകൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അമേരിക്കയുടെ മുഴുവൻ രഹസ്യങ്ങളും ആരൊക്കെയോ ചോർത്തിക്കൊണ്ടിരിക്കുന്നത് റഷ്യയാണോ ചൈനയാണോ എന്നതിനെ കുറിച്ച് അമേരിക്കക്കൊരു വ്യക്തതയും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ട്രംപ് ഇപ്പോഴത്തെ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇനിയും റഷ്യ ഇവിടെ ഇറാനെ സഹായിക്കുകയാണെങ്കിൽ യുക്രൈനെ ഞങ്ങളും സഹായിക്കും എന്നാണ് ഇവിടെ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആരെ വേണമെങ്കിലും സഹായിക്ക്, ഞങ്ങൾ ഇവിടെ നിഷ്പക്ഷമല്ല, ഞങ്ങൾക്ക് കൃത്യമായി പക്ഷമുണ്ട്, ഞങ്ങൾ ഇറാന്റെ പക്ഷമാണ് എന്ന് പറഞ്ഞ് റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അതിശക്തമായ ആക്രമണം, ഈ യുദ്ധം വേണ്ടായിരുന്നു എന്നൊരു തോന്നലിലേക്ക് ട്രംപിനെയും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും എത്തിച്ചിരിക്കുന്നു ഇറാന്റെ പ്രത്യാക്രമണം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.